നമസ്തേ. വിഷ്ണുമായ കഥകളുടെ 16ാമത്തെ ഭാഗമാണ് ഇന്നിവിടെ പറയുന്നത്. മധ്യകേരളത്തിൽ ഏറ്റവും കൂടുതൽ ആരാധിച്ചു വരുന്ന ദേവതയാണ് വിഷ്ണുമായ അഥവാ ചാത്തൻ. അതിശയോക്തികളിലും കെട്ടുകഥകളിലും കേട്ടുകേൾവിയിലുമൊക്കെ വിഷ്ണുമായയെക്കുറിച്ച് വിവിധങ്ങളായ പരാമർശങ്ങളാണുള്ളത്. ഇതേക്കുറിച്ച് ഇന്നും പൂർണ്ണമായ ഒരു ധാരണയില്ലാത്തതാണ് അതിന് കാരണം. നമ്മുടെ പൂർവികരുടെ ഈടുവയ്പ്പുകളിൽ ഉണ്ടായിരുന്ന താളിയോല ഗ്രന്ഥങ്ങളിലെ പല അമൂല്യ മന്ത്രതന്ത്ര വിധികളും മറ്റും കാലപ്പഴക്കത്താൽ നഷ്ടപ്പെട്ടു പോവുകയും അറിവുള്ളവർ അത് മറച്ചു വയ്ക്കുകയും ചെയ്തത് അറിയാൻ ആഗ്രഹമുള്ള പുതിയ തലമുറയോട് ചെയ്ത മഹാ അപരാധമായി. അവർ ഇത്തരം കാര്യങ്ങളിൽ അജ്ഞരുമായി. പുരാണകഥകൾ പഴഞ്ചനെന്ന് മുദ്രകുത്തി അവഗണിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇന്നവ വായിക്കാനും കേൾക്കാനും ജനങ്ങൾക്ക് ഏറെ ഇഷ്ടമാണ്. ഈശ്വര കഥകളോട് തോന്നുന്ന ഇഷ്ടം ഭക്തിമാർഗത്തിലേക്കുള്ള കാൽവെപ്പായി കണക്കാക്കാം. പുരാണങ്ങളെല്ലാം തന്നെ വൈദിക സംസ്കാരത്തിൻ്റെ പ്രതീകങ്ങളാണ്. ആ സംസ്കാരം കൈവരിക്കണമെങ്കിൽ ആഴത്തിലുള്ള ചിന്ത അത്യാവശ്യമാണ്. കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ പറഞ്ഞു നിർത്തിയത് ആലംബഹീനനായ കണ്ണനെ മഹാഭാഗ്യവാനാക്കി വിഷ്ണുമായ ചാത്തൻ സ്വാമികൾ. അപ്പോൾ കുട്ടിപ്പട്ടരായ ചാത്തനെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. അപ്പോൾ ആനമലയുടെ അടിവാരത്തിലാണ് എളവത്തൂർ എന്ന വനം. കൂളിക്കുന്നൻ വനത്തിൻ്റെ കിഴക്കേ അതിർത്തിയോട് ചേർന്നാണ് ഇത്. കാടിൻ്റെയും ആനമലയുടെയും അധിപനായി ഇളവത്തൂർ തമ്പ്രാൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ജന്മിയായ ഒരു കാട്ടുമൂപ്പൻ താമസിച്ചിരുന്നു. താനൊരു രാജാവ് തന്നെയാണെന്ന ഭാവേന കാടുവാണിരുന്ന അദ്ദേഹം അഹങ്കാരിയും സ്വാർത്ഥനും ക്രൂരനുമായിരുന്നു. മലയരയന്മാർ അയാളെ ഭയന്നാണ് കഴിഞ്ഞുകൂടിയത്. അവർ അയാളെ തമ്പ്രാൻ എന്നാണ് വിളിച്ചു വന്നിരുന്നത്. വലിയൊരു കാലി സമ്പത്തിൻ്റെ അധിപനും കൂടിയായിരുന്നു അയാൾ. അപ്പോൾ ഈ കന്നുകാലികളെ പരിപാലിച്ചിരുന്നത് മാമ്പഴം വച്ച് പൂജിച്ച ധനവാനായ കണ്ടൻ്റെ ഭാര്യാപിതാവ് ശുപ്പാണ്ടിയും ഭാര്യയുമായിരുന്നു. തമ്പ്രാൻ്റെ കാലിത്തൊഴുത്തിനോട് ചേർന്നുള്ള ഒരു കൊച്ചു മുറിയിലായിരുന്നു ഇവരുടെ താമസം. പുലർച്ചയ്ക്ക് മുമ്പേ എഴുന്നേറ്റ് ജോലി തുടങ്ങിയാൽ രാത്രി ഇരുട്ടും വരെ വിശ്രമമില്ലാത്ത ജോലി. നാമമാത്രമായ കൂലിയെ തമ്പ്രാൻ കൊടുത്തിരുന്നുള്ളൂ. അതും കൃത്യമായി നൽകിയിരുന്നുമില്ല. അയാൾക്കാണെങ്കിൽ തുപ്രൻ എന്ന് വിളിക്കുന്ന ഒരു മകനും കൂടിയുണ്ട്. പൊണ്ണത്തടിയനും മന്ദബുദ്ധിയുമായ അവനെ കൊണ്ട് യാതൊരു അധ്വാനത്തിനും ശേഷിയുണ്ടായിരുന്നില്ല. അവനാണെങ്കിലോ ആഹാരപ്രിയനും. എത്ര തിന്നാലും ഒന്നും കഴിച്ചില്ലെന്ന തോന്നലാണ് അവന്. മകൻ അങ്ങനെയായതിൽ ശുപ്പാണ്ടിക്ക് വല്ലാത്ത ദുഃഖമുണ്ട്. തൻ്റെ ദൈന്യം ദൈവത്തിന് മുന്നിൽ ഇറക്കി വയ്ക്കുകയല്ലാതെ അയാൾക്ക് മറ്റൊരു മാർഗവും ഉണ്ടായിരുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് മകൻ തുപ്രൻ അച്ഛനമ്മമാരെ കാണാനും ചെലവിനുള്ള പണം വാങ്ങാനുമായി വരുമായിരുന്നു. തമ്പ്രാൻ കൊടുക്കാതെ അവരെങ്ങനെ മകന് പണം നൽകും? തമ്പ്രാനോട് ചോദിച്ചാൽ പരിഹസിക്കും. നിന്റെ മകളെ കെട്ടിയവന് പണം വാരിക്കോരി കൊടുക്കുന്ന ചാത്തനോട് പോയി ചോദിക്കടാ എന്ന് പുച്ഛത്തോടെ പറയുകയും ചെയ്യും. അപ്പോൾ കണ്ടനും ഭാര്യയും മാതാപിതാക്കളെ കാണാനും ചാത്തൻ്റെ പിറന്നാൾ ആഘോഷത്തിന് ക്ഷണിക്കാനുമായി തമ്പ്രാൻ്റെ കാലിത്തൊഴുത്തിലെത്തി. അവർക്ക് നൽകാൻ കണ്ടനും കാളിയും കായ വറുത്തതും ഉണ്ണിയപ്പവും ഒക്കെ കൊണ്ടുവന്നിരുന്നു. ചാത്തൻ മാമ്പഴം കൊടുത്തതും പിന്നീടുണ്ടായ കഥകളും അവരുടെ വീട്ടിൽ ഐശ്വര്യദേവത കളിയാടുന്നതും മറ്റു വിശേഷങ്ങളും രാത്രി മുഴുവൻ പറഞ്ഞിരുന്നു. ആ രാത്രി ഉറക്കമില്ലാത്ത രാത്രിയായിരുന്നു അവർക്ക്. എങ്കിലും ചാത്തനെ സ്തുതിച്ചുകൊണ്ട് എല്ലാവരും ഒന്ന് മയങ്ങാൻ കിടന്നു. പിറ്റേന്ന് കണ്ടനും ഭാര്യയും ശുപ്പാണ്ടിയെയും കുടുംബത്തെയും ചാത്തൻ്റെ പിറന്നാൾ ആഘോഷത്തിന് ക്ഷണിച്ച് തിരിച്ചുപോയി. അവർ പോയതിനു ശേഷം ശുപ്പാണ്ടി ഭാര്യയോട് അവർ ഇന്നലെ കൊണ്ടുവന്ന പലഹാരങ്ങൾ എടുക്കാൻ പറഞ്ഞു. ഭാര്യ അവർ കൊണ്ടുവന്ന പൊതിക്കെട്ട് അങ്ങനെ തന്നെ ഭർത്താവിൻ്റെ മുന്നിൽ വെച്ചു. ശുപ്പാണ്ടി കായ വറുത്തത് ഒരു പിടി വാരിയെടുത്തു. എന്തത്ഭുതം! അവ സ്വർണ്ണ നാണയങ്ങളായിരിക്കുന്നു. പിന്നെയും ഒരു പിടി കൂടി വാരി. അതും അവർക്ക് വിസ്മയം നൽകി. സ്വർണ്ണ നാണയങ്ങൾ തന്നെയായി. അവരുടെ ആഹ്ലാദത്തിന് അതിരുണ്ടായിരുന്നില്ല. എല്ലാം ചാത്തൻ്റെ അനുഗ്രഹം എന്ന് പറഞ്ഞ് അവർ ചാത്തനെ സ്തുതിച്ചു. ആ സംഭവങ്ങളെല്ലാം അതുപോലെ ശുപ്പാണ്ടി തമ്പ്രാനെ അറിയിച്ചു. സ്വർണ്ണ നാണയങ്ങൾ അയാളെ കാണിക്കുകയും ചെയ്തു. അയാളുടെ കണ്ണുകൾ മഞ്ഞളിച്ചു പോയി. തന്ത്രശാലിയും ദുരാഗ്രഹിയുമായ തമ്പ്രാൻ വിലപ്പെട്ട സാധനങ്ങളൊന്നും നിങ്ങൾ ഒപ്പം വയ്ക്കുന്നത് നന്നല്ലെന്നും ഇത്തരം സ്വർണം പോലെയുള്ളവ അടച്ചുറപ്പുള്ള മുറിയിലാണ് സൂക്ഷിക്കേണ്ടതെന്നും അല്ലെങ്കിൽ വല്ല കള്ളന്മാരും കൊണ്ടുപോയാൽ എന്ത് ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് ആ പാവങ്ങളെ ഭയപ്പെടുത്തി. അത് നേരാണെന്ന് അവർക്ക് തോന്നുകയും ചെയ്തു. എൻ്റെ നാലുകെട്ടിലെ മുറികളെല്ലാം അടച്ചുറപ്പുള്ളതാണല്ലോ. പൂട്ടുള്ള അലമാരയുമുണ്ട്. നിങ്ങൾക്കിത് അവിടെ സൂക്ഷിക്കാം. ഞാനത് കൊണ്ടുപോയി വയ്ക്കാം. നിങ്ങൾക്ക് പിന്നെ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ടതില്ല. എല്ലാം ഞാൻ നോക്കിക്കൊള്ളാം. തമ്പ്രാൻ്റെ വാക്കുകൾ അവിശ്വസിക്കേണ്ട കാര്യമൊന്നും അവർക്കുണ്ടായിരുന്നില്ല. തമ്പ്രാനെ വിശ്വസിച്ച സ്വർണ്ണ നാണയങ്ങൾ ശുപ്പാണ്ടി തമ്പ്രാനെ ഏൽപ്പിച്ചു. അങ്ങനെ ആ സ്വർണം മുഴുവൻ തന്ത്രത്തിൽ തമ്പ്രാൻ കരസ്ഥമാക്കി. കുറച്ചു നാൾ കഴിഞ്ഞ് ശുപ്പാണ്ടിയും മകൻ തുപ്രനും ചെലവിലേക്കായി പണം വാങ്ങാനായിട്ട് തമ്പ്രാൻ്റെ നാലുകെട്ടിലെത്തി.
തുപ്രൻ പൊയ്ക്കോളൂ, അരിയും സാധനങ്ങളും വീട്ടിലെത്തിച്ചു കൊള്ളാം, തമ്പ്രാൻ പറഞ്ഞു. തുപ്രൻ തിരിച്ചു പോരുകയും ചെയ്തു. നേരം വളരെ വൈകിയിട്ടും പറഞ്ഞ സാധനങ്ങൾ വീട്ടിലെത്താതായപ്പോൾ തുപ്രൻ വീണ്ടും തമ്പ്രാന്റെ നാലുകെട്ടിലെത്തി. നിന്നോടല്ലേ ഞാൻ പറഞ്ഞത് എല്ലാം വീട്ടിലെത്തിച്ചോളാമെന്ന്? തമ്പ്രാൻ രോഷം കൊണ്ടു. അതിങ്ങ് തന്നാ മതി തമ്പ്രാ, അടിയൻ കൊണ്ടുപോയിക്കൊള്ളാം, തുപ്രൻ വിനീതനായി പറഞ്ഞു. നീ എന്നോട് തർക്കുത്തരം പറയാമോ? തമ്പ്രാൻ ഇങ്ങനെ ചൊടിച്ചു. ഞാൻ തർക്കുത്തരമൊന്നും പറഞ്ഞില്ലല്ലോ തമ്പ്രാ, എൻ്റെ വിശപ്പടക്കാൻ അരിയും സാധനങ്ങളുമല്ലേ ചോദിച്ചുള്ളൂ. അപ്പോഴും അവൻ വിനയം കൈവിട്ടില്ല. മറുപടിയായി തമ്പ്രാൻ ഒരു ചൂരൽ കയ്യിലെടുത്ത് തുപ്രനെ തലങ്ങും വിലങ്ങും പ്രഹരിച്ചു. തുപ്രൻ വേദന കൊണ്ട് പുളഞ്ഞു. അവൻ്റെ ശരീരം പൊട്ടി രക്തം ഒഴുകി. തുപ്രൻ മനം നൊന്ത് ചാത്തനെ വിളിച്ച് കണ്ണീരൊഴുക്കി. ഇത് കേട്ട തമ്പ്രാന് കോപം ഒന്നുകൂടി ജ്വലിച്ചു. നിന്റെ ഒരു ചാത്തൻ വന്ന് നിന്നെ രക്ഷിക്കുന്നത് ഞാനൊന്ന് കാണട്ടെ. തുപ്രന്റെ മേൽ പിന്നെയും ചൂരൽ പുളഞ്ഞു. എൻ്റെ ചാത്ത, എന്നെ രക്ഷിക്കാൻ നിനക്കാവില്ലേ? അങ്ങനെ ദയനീയമായി ചോദിച്ചതും ബോധം മറിഞ്ഞ് തുപ്രൻ നിലത്ത് വീണതും ഏകകാലത്തായിരുന്നു. ചാത്തൻ്റെ പിറന്നാൾ ആഘോഷത്തിൻ്റെ തലേ ദിവസം ശുപ്പാണ്ടി തമ്പ്രാനെ മുഖം കാണിച്ച് ഇന്ന് താനും മലയെത്തിയും പിറന്നാൾ ആഘോഷത്തിന് പോവുകയാണെന്ന് അറിയിച്ചു. വേണ്ട, ഇവിടെ നിന്നാരും അവൻ്റെ പിറന്നാളിന് പോകുന്നില്ല, തമ്പ്രാൻ കൽപ്പിച്ചു. തങ്ങൾക്ക് പോയേ തീരുവെന്ന് ശുപ്പാണ്ടിയും ഭാര്യയും വാശി പിടിച്ചു. നിർബന്ധം പിടിച്ച ശുപ്പാണ്ടിയെയും ഭാര്യയെയും തമ്പ്രാൻ ഒരു മുറിയിലിട്ട് പൂട്ടി. രാത്രിയിൽ അവർക്ക് ഭക്ഷണം പോലും നൽകിയില്ല. പിറ്റേന്ന് നേരം പുലർന്നപ്പോൾ മുതൽ തമ്പ്രാൻ ഭക്ഷണം കൊണ്ടുവരുമെന്ന് കരുതി അവർ കാത്തിരുന്നു. പ്രായാധിക്യത്താലും ഭക്ഷണമില്ലാതെ ക്ഷീണിച്ചും ചാത്തനെ വിളിച്ചു കരഞ്ഞ അവർ തളർന്നു പോയി മയങ്ങിപ്പോയി. പെട്ടെന്ന് ഒരു കുട്ടിപ്പട്ടർ കയ്യിൽ ചോറ്റുപാത്രവുമായി ആ മുറിയിൽ പ്രത്യക്ഷപ്പെട്ടു. അയാൾ മയങ്ങിക്കിടന്ന രണ്ടുപേരെയും വിളിച്ചുണർത്തി. നിത്യവും ഞാൻ 2 പേർക്ക് ഭക്ഷണം കൊടുക്കാറുണ്ട്. നിങ്ങൾ പരിഭ്രമിക്കേണ്ടതില്ല. ഇന്നിത് നിങ്ങൾക്കാണെന്ന് മാത്രം. തൃപ്തിയാവോളം ഭക്ഷണം കഴിച്ച് സമാധാനമായി ഇരിക്കുക. ഞാൻ തന്നെ വിളമ്പി തരുന്നുണ്ട്. അയ്യോ, അത് വേണ്ട, ഞങ്ങളെടുത്ത് കഴിച്ചു കൊള്ളാം, ശുപ്പാണ്ടി പറഞ്ഞു. അത് പറ്റില്ല, ഞാൻ എൻ്റെ കൈകൊണ്ട് തന്നെ വിളമ്പിത്തരും. അത് നിങ്ങൾക്ക് നൽകുന്ന സന്തോഷം എനിക്ക് നേരിട്ട് കാണണം. അതിനു വേണ്ടി തന്നെയാണ് ഞാൻ വന്നത്. നിങ്ങളിരിക്കൂ. ശുപ്പാണ്ടിക്കും ഭാര്യയ്ക്കും അതനുസരിക്കാതെ വയ്യെന്നായി. ഇല വെച്ച് കുട്ടിപ്പട്ടർ കൊണ്ടുവന്ന ചോറും കറികളും വിളമ്പി. അവർ ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുന്നത് ആനന്ദത്തോടെ ആ കുട്ടിപ്പട്ടർ കണ്ടുനിന്നു. ഇനി ഞാൻ നിങ്ങളെ വീട്ടിൽ കൊണ്ടുവിടാം. ഞാൻ വന്ന കഴുത പുറത്ത് മേയുന്നുണ്ട്. അയ്യയ്യോ കുട്ടി, അതൊന്നും വേണ്ട, അതിനൊന്നും ബുദ്ധിമുട്ടണ്ട, ഞങ്ങൾ നടന്നു പോയിക്കൊള്ളാം. പോരാ, നിങ്ങൾ കഴുതപ്പുറത്ത് കയറണം. അവൻ നിങ്ങളെ വീട്ടിലെത്തിക്കും. കുട്ടിപ്പട്ടർ ഒരേ നിർബന്ധവുമായി നിന്നു. ഒടുവിൽ മനസ്സില്ലാ മനസ്സോടെ ശുപ്പാണ്ടിയും ഭാര്യയും കഴുതപ്പുറത്ത് കയറി. കഴുത അവരെയും കൊണ്ട് വനവീതിയിലൂടെ നടന്നു. ഭക്തവത്സലനായ ചാത്തനാണ് കുട്ടിപ്പട്ടരായി വന്ന് ഭക്ഷണം വിളമ്പിത്തന്നതെന്ന് അവർക്കറിയാനേ കഴിഞ്ഞില്ല. കൂളിക്കുന്നൻ വനത്തിൽ മലയക്കൊട്ടാരത്തിൽ ചാത്തൻ്റെ പിറന്നാൾ ആഘോഷിക്കുന്നത് കൂളിയാറിൻ തീരത്ത് വെച്ചാണ്. അത് മലയരാജാവിൻ്റെ തീരുമാനമായിരുന്നു. പിറന്നാൾ ആഘോഷത്തിന് വേണ്ട ഒരുക്കങ്ങളെല്ലാം മൂപ്പൻ്റെ മേൽനോട്ടത്തിൽ ആരംഭിച്ചു. ഏതൊക്കെ വാദ്യമേളങ്ങൾ വേണമെന്ന് തീരുമാനിക്കപ്പെട്ടു. ആരൊക്കെ പങ്കെടുക്കണമെന്ന് നിശ്ചയിച്ചു. മുനിമാരെയും ഋഷിമാരെയും പ്രത്യേകം ക്ഷണിച്ചു. സദ്യയ്ക്കുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. വഴിനീളെ തോരണങ്ങൾ കെട്ടി അലങ്കരിച്ചു. മലയക്കൊട്ടാരത്തിന് സമീപം കൂളിയാറിൻ്റെ തീരത്ത് മനോഹരമായൊരു 3 നില പന്തലുയർന്നു. കൂളിക്കുന്നൻ കാനനത്തിൽ ഉത്സവ പ്രതീതിയായി. ചാത്തൻ്റെ പിറന്നാൾ ദിനത്തിലേക്ക് നേരം പുലർന്നു. പെരുമീൻ ഉദിക്കും മുൻപ് മലയരയന്മാർ ഉണർന്നു. കാട്ടുകോഴികൾ കൂവുന്നത് അകലേ നിന്ന് കേൾക്കുന്നു. 7:30 വെളുപ്പിനുണർന്ന് ചാത്തൻ കൂളിയാറിൽ നീരാടി. കരുമുകിൽ നിറമാർന്ന തലമുടിയിൽ പൂ ചൂടി. ചന്ദ്രസമാനമായ തിരുനെറ്റിയിൽ ഗോപിക്കുറിയും കുങ്കുമപ്പൊട്ടും തൊട്ടു. കണ്ണെഴുതി. കാതുകളിൽ മണികുണ്ടലം അണിഞ്ഞു. കഴുത്തിൽ രത്നമാല അണിഞ്ഞു. കൈത്തണ്ടയിൽ തങ്കവളകളും കാലിൽ തങ്കച്ചിലമ്പും അണിഞ്ഞു. എന്നിട്ട് പട്ടുകോണകമുടുത്ത് അതിനു മീതെ ചെമ്പട്ടുടുത്തു. എല്ലാറ്റിനും മീതെ പൂമാലയും ധരിച്ചു. കൊട്ടാരം ഇളവന്നൂർ കാവിലേക്ക് മലദൈവങ്ങളെ തൊഴാൻ ചാത്തൻ യാത്രയാവുകയാണ്. കാവിൽ ചെന്ന് മലദൈവങ്ങളെ തൊഴുതു പ്രാർത്ഥിച്ചു. മൃത്യുഞ്ജയ ഹോമം, തിലഹോമം എന്നിവയും ഭൂതങ്ങൾക്കുള്ള കർമ്മങ്ങളും നടത്തി. പിറന്നാൾ ആഘോഷത്തിനായി പുറപ്പെട്ടു. ഇളവന്നൂർ കാവിൻ്റെ മുന്നിൽ നിന്നാണ് ഘോഷയാത്ര പുറപ്പെട്ടത്. ഇരുവശത്തും പൂത്താലം ഏന്തിയ മങ്കമാർ, ഈഴാറവാദ്യം, പഞ്ചവാദ്യം, ചെണ്ടമേളം തുടങ്ങിയ വാദ്യാഘോഷ മധ്യത്തിൽ ചാത്തനും ഇരുവശങ്ങളിലുമായി പോറ്റമ്മമാരായ കൂളിവാകയും കരിനീലിയും പിന്നെ ആബാലവൃദ്ധൻ ജനങ്ങളോടും കൂടി കൂളിയാറിൻ്റെ തീരത്തെ പന്തലിലേക്ക് പുറപ്പെട്ട ഘോഷയാത്രയിൽ
പുലിക്കളിയും കുതിരനൃത്തവും മയിലാട്ടവും ശ്രദ്ധേയങ്ങളായിരുന്നു. മരത്തിൽ കൊത്തിയെടുത്ത പുലിയുടെ മുഖം കാനനവാസികളുടെ തലയിൽ വെച്ചും ഇലകളും കാട്ടുചെടികളും ശരീരത്തിൽ വെച്ച് കെട്ടി പുലിവേഷം ധരിച്ചവരും, കുതിരയുടെ രൂപത്തിലുള്ള ശരീരഭാഗം ഉണക്കപ്പുല്ലുകൊണ്ട് പൊതിഞ്ഞ് മധ്യഭാഗത്തുള്ള ദ്വാരത്തിൽ കയറി നിന്ന് കുതിരവേഷം ധരിച്ചവരും, ചെത്തിമിനുക്കി രൂപപ്പെടുത്തിയെടുത്ത മരക്കൊമ്പുകളും മയിൽപീലികളും പിന്നിയെടുത്ത് ശരീരത്തിൽ വെച്ച് കെട്ടി പീലി നിവർത്തി മയിലിനെ പോലെ വേഷം ധരിച്ചവരും, വാദ്യമേളത്തിൻ്റെ താളത്തിനൊത്ത് ചുവട് വെച്ച് നൃത്തം ചെയ്യുന്ന പുലിക്കളിയും കുതിരനൃത്തവും മയിലാട്ടവും തിമിർത്താടി. വനവാസികൾ ആവേശഭരിതരായി. ഘോഷയാത്ര കൃത്യസമയത്ത് തന്നെ പന്തലിൽ എത്തിച്ചേർന്നു. പിറന്നാൾ ആഘോഷത്തിൽ പങ്കെടുക്കാനെത്തിയ വസിഷ്ഠ മഹർഷി ഉൾപ്പെടെയുള്ള മുനിമാരുടെയും ഋഷിമാരുടെയും പാദങ്ങളിൽ നമസ്കരിച്ച് ദേവപ്രീതിക്കായി നടത്തുന്ന യാഗപൂജാ മണ്ഡപത്തിലേക്ക് ചാത്തൻ കടന്നു വന്നു. യാഗഹോമാദികളിൽ പങ്കെടുക്കാൻ ചാത്തന് പ്രത്യേക വേദി തയ്യാറാക്കിയിരുന്നു. ചൂരൽ കൊണ്ട് നിർമ്മിച്ച വേദിയിലെ രാജകീയാസനത്തിൽ അവനിരുന്നു. മുനിമാരും ഋഷിമാരും ഹോമകുണ്ഡത്തിന് മുന്നിൽ ചാത്തന് വേണ്ടി നവഗ്രഹ അനുഗ്രഹ പൂജ തുടങ്ങിയിരുന്നു. എല്ലാ ആപത്തുകളിൽ നിന്നും ഒഴിയാൻ വേണ്ടിയാണ് ആ നവഗ്രഹ പൂജ. സൂര്യന് വേണ്ടി ജപാകുസുമ സങ്കാശം കാശ്യപേയം മഹാദ്യുതിയും തമോരീം സർവപാപാഗ്നം പ്രണതോസ്മി ദിവാകരം. ചന്ദ്രന് വേണ്ടിയിട്ട് ദിതിശങ്കതുഷാരാഭം ക്ഷീരോദാർണവ സംഭവം നമാമി ശശിനം സോമം ശംഭോർമകുടഭൂഷണം. കുജന് വേണ്ടി ധരണീഗർഭ സംഭൂതം വിദ്യുത്കാന്തി സമപ്രഭം കുമാരം ശക്തിഹസ്തം തം മംഗളം പ്രണമാമ്യഹം. ബുധന് വേണ്ടി പ്രിയങ്കോ കലികാശ്യാമം രൂപേണ പ്രതിമംബുദം സൗമ്യം സൗമ്യഗുണോപേതം തമ്പുദം പ്രണമാമ്യഹം. ഗുരുവിന് വേണ്ടി ദേവാനാഞ്ച ഋഷീണാഞ്ച ഗുരും കാഞ്ചന സന്നിഭം ബുദ്ധിഭൂതം ത്രിലോകേശം തം നമാമി ബൃഹസ്പതീം. ശുക്രനു വേണ്ടി ഹിമകുന്ദ മൃണാലാഭാം ദൈത്യാനാം പരമങ്കുരും സർവശാസ്ത്ര പ്രവക്താരം ഭാർഗവം പ്രണമാമ്യഹം. ശനിക്ക് വേണ്ടി നീലാഞ്ജന സമാനാഭാം രവിപുത്രം യമാഗ്രജം ഛായാമാർത്താണ്ഡ സംഭൂതം തം നമാമി ശനൈശ്വരം. രാഹുവിന് വേണ്ടി അർത്ഥകായം മഹാവീര്യം ചന്ദ്രാദിത്യ വിമർദ്ദനം സിംഹികാഗർഭ സംഭൂതം തം രാഹും പ്രണമാമ്യഹം. കേതുവിന് വേണ്ടി പലാശപുഷ്പ സങ്കാശം താരകാകാരമസ്തകം രൗദ്രം രൗദ്രാത്മകം ഘോരം തം കേതും പ്രണമാമ്യഹം. അവിടുത്തെ ചടങ്ങുകൾ തീർന്നപ്പോഴേക്കും പിറന്നാൾ സദ്യയ്ക്കുള്ള തുടക്കമായി. നിറപറയും നിലവിളക്കും വെച്ച് പൂർവാഭിമുഖമായി വിളക്കിനു മുന്നിൽ നാക്കിലയിട്ട് അതിനു മുന്നിൽ ചാത്തനെ ഇരുത്തി. അമ്മമാർ അവന് ആഹാരം വിളമ്പി. മധ്യാഹ്നത്തിലെ സർവാണി സദ്യയിൽ അബാലവൃദ്ധം ജനങ്ങളും പങ്കെടുത്തു. സ്ത്രീകൾക്കും കുട്ടികൾക്കും വേറെ പന്തികൾ തന്നെ ഒരുക്കി. വിഭവസമൃദ്ധമായിരുന്നു സദ്യ. 34 കൂട്ടം കറികളും 4 പ്രഥമനും. അസ്തമയം വരെ സദ്യ നീണ്ടു. സന്ധ്യയ്ക്ക് വസിഷ്ഠ മഹർഷിയുടെ അനുഗ്രഹ പ്രഭാഷണത്തോടെ കലോത്സവത്തിന് തുടക്കം കുറിച്ചു. പാട്ടും കൂത്തും കായികാഭ്യാസങ്ങളും മലയ നൃത്തങ്ങളും എന്നു വേണ്ട സകല കലാ സമ്മേളനം തന്നെ. രാത്രി വളരെ വൈകുവോളം ആഘോഷ പരിപാടികൾ നീണ്ടുനിന്നു. പൂർണ്ണ സംതൃപ്തിയോടെയാണ് സകലരും പിരിഞ്ഞു പോയത്. അപ്പോൾ ശിവശക്തി ചൈതന്യമായ ശ്രീ വിഷ്ണുമായ അല്ലെങ്കിൽ ചാത്തൻ സ്വാമികളുടെ അതിമനോഹരമായ കഥയുടെ 16ാമത്തെ ഭാഗം ഇവിടെ നിർത്തുന്നു. അതിമനോഹരങ്ങളായ ഭാഗങ്ങളാണ് ഇനിയുള്ളത്. അപ്പോൾ ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് ഇടുന്നത് എല്ലാവർക്കും കേൾക്കാനുള്ള സൗകര്യത്തിന് കൂടിയാണ്. അപ്പോൾ എല്ലാവരും വിഷ്ണുമായയെ അറിയുക, കഥകൾ അറിയുക. വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന സ്വാമിയാണ് ചാത്തൻ സ്വാമികൾ. അപ്പോൾ എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.